DIC, District Industries Center. District Industries Center is the institution at district level which provides all the service and support facilities to the entrepreneurs for setting up micro, small and medium enterprises in a particular area. DIC എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രിക്ട് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതായത് ഒരു പർട്ടിക്കുലർ ഡിസ്ട്രിക്റ്റിൽ മൈക്രോ അല്ലെങ്കിൽ സ്മോൾ അല്ലെങ്കിൽ മീഡിയം എൻ്റർപ്രൈസ് സെറ്റപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എൻ്റർപ്രണേഴ്സിന് വേണ്ട സപ്പോർട്ട് ആൻഡ് സർവീസ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിസ്ട്രിക്ട് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് DIC എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഡിസ്ട്രിക്റ്റിലെ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് എൻകറേജ് ചെയ്യുക, അതുപോലെ തന്നെ ഒരു ഇൻഡസ്ട്രി റൂറൽ ഏരിയാസിലേക്ക് ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യുക, അതുപോലെ തന്നെ ഒരു പുതിയ ഇൻഡസ്ട്രിയൽ യൂണിറ്റ് ന്യൂ ഇൻഡസ്ട്രിയൽ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള പ്രൊസീജിയേഴ്സ് സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുക. ദെൻ ആ ഒരു പർട്ടിക്കുലർ ഡിസ്ട്രിക്റ്റിലെ വർക്ക്ഫുള്ളായിട്ടുള്ള പ്രോജക്ട്സുകൾ ഏതൊക്കെയാണ് എന്ന് അപ്രൈസ് ചെയ്ത് എൻ്റർപ്രണേഴ്സിനെ അവെയർനെസ് കൊടുക്കുക. അതുപോലെ തന്നെ പർട്ടിക്കുലർ പ്രോജക്റ്റുകൾക്കുള്ള ഗവൺമെൻറ് സ്കീംസ് ഏതൊക്കെയാണെന്ന് അതിനെക്കുറിച്ചുള്ള അവെയർനെസ് എൻ്റർപ്രണേഴ്സിന് കൊടുക്കുക. ദെൻ ആ പർട്ടിക്കുലർ ഡിസ്ട്രിക്റ്റിൽ അതായത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഏത് തരത്തിലുള്ള ആക്ഷൻ പ്ലാനാണ് അത് സർവേയിലൂടെയും റിസർച്ചിലൂടെയും കണ്ടെത്തി അത് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഒരു DICയുടെ മേജർ ഒബ്ജക്റ്റീവ്സ്. അപ്പം DIC എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രിക്ട് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതിനകത്ത് പ്രധാനമായിട്ട് ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ ഡിസ്ട്രിക്റ്റിലെ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ് DICയുടെ മേജർ ഒബ്ജക്റ്റീവ്. ഡിസ്ട്രിക്ട് ലെവലിലുള്ള മൈക്രോ, സ്മോൾ അല്ലെങ്കിൽ മീഡിയം എൻ്റർപ്രൈസസിൻ്റെ എൻ്റർപ്രണേഴ്സിന് വേണ്ട സപ്പോർട്ട് ആൻഡ് സർവീസ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിസ്ട്രിക്ട് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് DIC എന്ന് പറയുന്നത്. ഇവരുടെ മേജർ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ന്യൂ എൻ്റർപ്രണേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അതായത് എൻ്റർപ്രൈസ് ഏറ്റെടുക്കാൻ താല്പര്യമുള്ള വ്യക്തികളെ കണ്ടെത്തുക, അതുപോലെ തന്നെ അവരെ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുക. ദെൻ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൽ പ്രൊവിഷണൽ രജിസ്ട്രേഷൻസ് അതിന് വേണ്ട സഹായങ്ങൾ പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുക. ദെൻ നമുക്കറിയാം ഒരു എൻ്റർപ്രൈസ് അല്ലെങ്കിൽ എൻ്റർപ്രണർഷിപ്പിന് വേരിയസ് ക്ലിയറൻസസ് പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും ആവശ്യമുണ്ട്. നമുക്കറിയാം ഫയർ ആൻഡ് സേഫ്റ്റി, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ്, ഇങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഒരു സംരംഭം തുടങ്ങുന്നതിന് ക്ലിയറൻസുകൾ ആവശ്യമുണ്ട്. അപ്പം ഇങ്ങനെ ക്ലിയറൻസുകൾ കിട്ടുന്നതിന് വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യുക. ദെൻ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടി അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക. ദെൻ വില്ലേജ് ആർട്ടിസൻസ് അല്ലെങ്കിൽ ഹാൻഡിക്രാഫ്റ്റ്, അതായത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് കൂടുതലായിട്ട് വരുന്ന വില്ലേജ് ആർട്ടിസൻസ് അല്ലെങ്കിൽ ഹാൻഡിക്രാഫ്റ്റ്സുകളെ വേണ്ട അസിസ്റ്റൻസ് കൊടുക്കുക. ദെൻ ഇൻട്രസ്റ്റ് ഫ്രീ സെയിൽസ് ടാക്സ് ലോൺസ് പ്രൊവൈഡ് ചെയ്യുക. ദെൻ സബ്സിഡി സ്കീംസ് പ്രൊവൈഡ് ചെയ്യുക. ദെൻ ട്രെയിനിങ് പ്രോഗ്രാംസ് വഴി എൻ്റർപ്രണർഷിപ്പ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക എൻ്റർപ്രണേഴ്സിന്. ദെൻ അതുപോലെ തന്നെ അൺഎംപ്ലോയിഡ് യൂത്തിന് സെൽഫ് എംപ്ലോയ്മെൻറ്റിനുള്ള ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. ദെൻ എൻ്റർപ്രണേഴ്സിന് മാർക്കറ്റിംഗ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക. ദെൻ ഒരു ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ വരുന്ന ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് എൻ്റർപ്രണേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെയാണ് മേജറായിട്ട് ഒരു DICയുടെ ഫങ്ഷൻസ്. നെക്സ്റ്റ് NISBED, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എൻ്റർപ്രണർഷിപ്പ് ആൻഡ് സ്മോൾ ബിസിനസ് ഡെവലപ്മെൻറ്റ്. NISBED എസ്റ്റാബ്ലിഷ് ചെയ്തത് 1983 മിനിസ്ട്രി ഓഫ് ഇൻഡസ്ട്രീസ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇത് NISBED എന്ന് പറയുന്നത് ഒരു അപ്പെക്സ് ബോഡിയാണ്. അതായത് സ്മോൾ ബിസിനസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി സെക്ടറിൽ
എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിൻ്റെ വരുന്ന വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷനെ ഓവർസീ അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള അപ്പെക്സ് ബോഡിയാണ് നീസ്ബിഡ് എന്ന് പറയുന്നത്. ഇവരുടെ മേജർ ഓബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സ്മോൾ ബിസിനസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിൽ പ്രവർത്തിക്കുന്ന വേരിയസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും അവരുടെ പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്ത് അൾട്ടിമേറ്റ്ലി ഇത് സ്മോൾ ബിസിനസ് ഡെവലപ്മെൻറ്റിന് ഉപകാരപ്രദമാകുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള അപ്പെക്സ് ബോഡിയാണ് നീസ്ബിഡ് എന്ന് പറയുന്നത്. ഇവരുടെ മേജർ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ക്യാരിയിങ് ഔട്ട് ട്രെയിനിങ് ആൻഡ് അതർ പ്രോഗ്രാംസ്, അഫിലിയേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഓർഗനൈസേഷന് വേണ്ട ട്രെയിനിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നീസ്ബിഡിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റിസർച്ച് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ, ഇപ്പോൾ സ്മോൾ ബിസിനസ് ഡെവലപ്മെൻറ്റിന് ഏതൊക്കെ തരത്തിൽ പ്രവർത്തനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ സ്മോൾ ബിസിനസ് സെക്ടർ ഡെവലപ്പാകും, ഇങ്ങനെയുള്ള റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുക, അതിൻ്റെ ഇൻഫർമേഷൻ ഡോക്യുമെൻ്റ് ചെയ്ത് അഫിലിയേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസിന് കൈമാറുക. അതുപോലെ തന്നെ എൻ്റർപ്രണർഷിപ്പിനെ ആ ഒരു പ്രോസസ്സിനെ ആക്സിലറേറ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് എടുക്കുക. ദെൻ അവർക്ക് വേണ്ട ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ കൺസൾട്ടൻസി ഓഫർ ചെയ്യുക. ദെൻ ഇൻട്രാക്ഷൻസ് ഫോറംസ് സംഘടിപ്പിക്കുക. അതുവഴി സ്മോൾ ബിസിനസ് സെക്ടർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള പോളിസീസിലുള്ള ചേഞ്ചസ് അല്ലെങ്കിൽ മോഡിഫിക്കേഷൻസ് ഫോർമുലേറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള ഒബ്ജക്റ്റീവാണ് പ്രധാനമായിട്ടും നീസ്ബിഡ് എന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എൻ്റർപ്രണർഷിപ്പ് ആൻഡ് സ്മോൾ ബിസിനസ് ഡെവലപ്മെൻറ്റ് മേജർ ഒബ്ജക്റ്റീവ്. ദെൻ അടുത്തത് സിംഗിൾ വിൻഡോ സിസ്റ്റം. സ്മോൾ ബിസിനസ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓഫ് കേരള ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സ്കീമാണ് സിംഗിൾ വിൻഡോ സിസ്റ്റം. ഇതിനകത്ത് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഒരു സ്മോൾ ബിസിനസ്സിൻ്റെ രജിസ്ട്രേഷനുമായിട്ട് സംബന്ധിക്കുന്ന പ്രൊസീജിയേഴ്സിനെ സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് സിംഗിൾ വിൻഡോ സിസ്റ്റം എന്ന സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് നമുക്കറിയാം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്കറിയാം പലതരം ക്ലിയറൻസുകൾ ആവശ്യമുണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതിനകത്ത് ഇപ്പോൾ പവർ കണക്ഷൻ്റെ ആകാം, റോ മെറ്റീരിയൽസിൻ്റെ ആകാം, ലോണിൻ്റെ ആകാം, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ ക്ലിയറൻസ് ആകാം. ഇങ്ങനെ പലതരത്തിലുള്ള ക്ലിയറൻസ് ഒരു ബിസിനസ് രജിസ്ട്രേഷൻ സംബന്ധിച്ച് ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ പ്രൊസീജിയറും ഒറ്റ വിൻഡോയിൽ കൂടെ എൻ്റർപ്രണർക്ക് സാധ്യമാകുക എന്നുള്ള ഉദ്ദേശമാണ് സിംഗിൾ വിൻഡോ സിസ്റ്റം എന്ന സ്കീമിലൂടെ ഗവൺമെൻറ് ഓഫ് കേരള ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ഒരു സ്മോൾ ബിസിനസ് രജിസ്ട്രേഷന് വേണ്ട എല്ലാ പ്രൊസീജിയറും ഒരു കുടക്കീഴിൽ എൻ്റർപ്രണേഴ്സിന് സാധ്യമാക്കുക എന്നുള്ളതാണ് ഈ ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റം എന്നതുകൊണ്ട് ഗവൺമെൻറ് ഓഫ് കേരള ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിന് 3 ലെവൽ ബോർഡാണ് ഇതിനുള്ളത്. ഇൻഡസ്ട്രിയൽ ഏരിയ ബോർഡ്, ഡിസ്ട്രിക്ട് ലെവൽ ബോർഡ്, സ്റ്റേറ്റ് ലെവൽ ബോർഡ്. ഇതിനകത്ത് സ്റ്റേറ്റ് ലെവൽ ബോർഡ് എന്ന് പറയുന്നതാണ് ഏറ്റവും അപ്പീലേറ്റ് ബോഡിയായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇങ്ങനെ 3 ലെവലിലുള്ള ബോർഡിൽ കൂടെ ഒരു സ്മോൾ ബിസിനസ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ട എല്ലാ പ്രൊസീജിയറും ഈ ഒറ്റ സിസ്റ്റത്തിൽ കൂടി എല്ലാ ക്ലിയറൻസും സിംഗിൾ വിൻഡോയിൽ കൂടി സാധ്യമാക്കുക എന്നുള്ള സ്കീമാണ് സിംഗിൾ വിൻഡോ സിസ്റ്റം. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു സ്മോൾ ബിസിനസ് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ഫോർമാലിറ്റി, അതിനകത്ത് വേണ്ട പ്രൊസീജിയേഴ്സ് സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ് ഈ ഒരു സ്കീമിന് ഉള്ളത്. ഇതുപോലെ മറ്റൊരു സ്കീമാണ് മാർജിൻ മണി സ്കീം അല്ലെങ്കിൽ ലോൺ. മാർജിൻ മണി ഈസ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ബൈ ദി ബോറോവർ ടുവേഴ്സ് ദ ക്യാപിറ്റൽ ഓഫ് എ പ്രോജക്റ്റ്. മാർജിൻ മണി എന്ന് പറയുന്നത് ബോറോവർ ഒരു പ്രോജക്റ്റിൻ്റെ ക്യാപിറ്റലിലേക്ക് ബോറോവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടാണ് മാർജിൻ മണി എന്ന് പറയുന്നത്. ഇപ്പം നമുക്കറിയാം ഒരു ലോൺ എടുത്ത് ഒരു പ്രോജക്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചാലും അതിനകത്ത് ഒരു മാർജിൻ എമൗണ്ട് അതിൻ്റെ ഓണർ
അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ ആ ഒരു ഫിനാൻസ് അനുവദിക്കൂ. അപ്പോൾ ഇങ്ങനെ മാർജിൻ മണി ഇല്ലാത്ത ഒരു ബോറോവർക്ക് ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റ് അത് പ്രൊവൈഡ് ചെയ്യുന്നു. അതിനെയാണ് മാർജിൻ മണി സ്കീം എന്ന് പറയുന്നത്. ഒരു ബോറോവർക്ക് അല്ലെങ്കിൽ എൻ്റർപ്രണർക്ക് മാർജിൻ മണി കൊടുക്കാനില്ല എങ്കിൽ ആ മാർജിൻ മണി ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സ്കീമാണ് മാർജിൻ മണി സ്കീം. ഈ ഒരു സ്കീമിൻ്റെ മേജർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് തന്നെയാണ്. അതായത് അർഹതയുള്ള ഒരു എൻ്റർപ്രണർക്ക് ബിസിനസ് ചെയ്യാനുള്ള അവസരം സൃഷ്ടിക്കുക എന്നുള്ളതാണ് മാർജിൻ മണി സ്കീമിൻ്റെ എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്. ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ന്യൂലി രജിസ്റ്റേർഡ് SSI യൂണിറ്റ്സ് മാത്രമാണ് ഈ ഒരു സ്കീമിന് എലിജിബിളായിട്ടുള്ളത്. ഇതിന് പ്രിഫറൻസ് കൂടുതലും കൊടുക്കുന്നത് ടൈനി സെക്ടേഴ്സിനാണ്. അതുപോലെ തന്നെ യൂണിറ്റ്സ് ഓൺഡ് ബൈ ടെക്നോക്രാറ്റ്സ്, വുമൺ, ഹാൻഡിക്യാപ്ഡ് പേഴ്സൺസ്, എക്സ് സർവീസ്മെൻ, ദെൻ പീപ്പിൾ ബിലോങ്ങിങ് ടു ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ട്രൈബ്സ്, ഇങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു സ്കീമിന് പ്രിഫറൻസ് കിട്ടുന്നത്. എലിജിബിളായിട്ടുള്ളവർ ഇവരായിരിക്കും. ദെൻ ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് മാർജിൻ മണി ലോൺ ഈസ് ഗിവൺ ഫോർ ബോത്ത് ടേം ലോൺ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ. ഇറ്റ് ഈസ് ലിമിറ്റഡ് ടു 20% of the cost of the project or total working capital requirement. കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റിൻ്റെ 20%, അതുപോലെ തന്നെ 50% ഓഫ് ദി മാർജിൻ സ്റ്റിപ്പുലേറ്റഡ് ബൈ ദി ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ either for term loan or working capital loan, whichever is less. The maximum limit of margin money loan is 25 million rupees. ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 9% ആയിരിക്കും. ഇപ്പോൾ മാർജിൻ മണി സ്കീമിൽ ലോണിൻ്റെ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് 25 million ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 9% ആയിരിക്കും പെർ ആനം. ദെൻ ഇതിൻ്റെ റീപേയ്മെൻറ്റ് എന്ന് പറയുന്നത് ദ ലോൺ മസ്റ്റ് ബി റീപെയ്ഡ് ഇൻ 16 ഈക്വൽ ക്വാർട്ടർലി ഇൻസ്റ്റാൾമെൻറ്റായിട്ട് 16 തവണയായിട്ട് ഈ എമൗണ്ട് തിരിച്ചടയ്ക്കണം. ഇതാണ് അതിൻ്റെ റൂള്. ദെൻ ഇതിന് വേണ്ട ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ജനറൽ മാനേജർ, ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്റർ എന്നുള്ള ഇതിലേക്കാണ് ഇങ്ങനെയൊരു സ്കീമിന് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. മാർജിൻ മണി ഡിസ്ബേഴ്സ്മെൻറ്റ് നടക്കുന്നത് യൂണിറ്റ് ത്രൂ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കൺസേൺഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ത്രൂ ആണ് ഇതിൻ്റെ ഒരു മാർജിൻ മണിയുടെ ഡിസ്ബേഴ്സ്മെൻറ്റ് നടക്കുന്നത്. ഇത്രയാണ് മാർജിൻ മണി സ്കീം എന്ന് പറയുന്നത്. അതായത് മാർജിൻ മണി ഇല്ലാത്ത ഒരു ഇൻവെസ്റ്റർക്ക് ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റ് മാർജിൻ മണി കൊടുത്ത് ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള അവസരം സൃഷ്ടിക്കുന്ന സ്കീമാണ് മാർജിൻ മണി സ്കീം.